നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് അയൺ സൾഫർ പ്രോട്ടീൻസ് എന്താണെന്ന് നോക്കാം. ദേ ആർ ഫെറിഡോക്സിൻസ്. ഓക്കെ, ഫെറിഡോക്സിൻസ് രണ്ട് തരമുണ്ട്. നമ്മൾ ആദ്യത്തെ ടൈപ്പാണ് പറയാൻ പോകുന്നത്. 2 അയൺ 2 സൾഫർ. ഇപ്പം 2 അയണും 2 ലബൈൽ സൾഫറും ഉള്ളത്. സിസ്റ്റീനൈൽ സൾഫർ അല്ല, ലബൈൽ സൾഫർ, സൾഫൈഡ് ആയിട്ടിരിക്കുന്ന 2 സൾഫറുള്ള കോമ്പൗണ്ടുകളാണ് ആദ്യത്തേത്. 2Fe 2S പ്രോട്ടീൻസ്. ഇതിനെ നമുക്ക് ജനറൽ ഫോർമുല Fe2S2 സിസ്റ്റീനൈൽ സൾഫർ 4 ടൈംസ് 2- ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ Fe2S2 ഉണ്ട്, 2 അയൺ ഉണ്ട്, 2 സൾഫൈഡും ഉണ്ട്. സിസ്റ്റീനൈൽ സൾഫേഴ്സ് 4. 2 സൾഫൈഡ് ലിഗാൻസ് ബ്രിഡ്ജ് 2 ടെട്രാഹൈഡ്രലി കോർഡിനേറ്റഡ് അയൺ ആറ്റംസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ കാണാം, ഇത് 2 അയൺ ആറ്റമാണ്. ഓരോ അയണും ടെട്രാഹൈഡ്രലി കോർഡിനേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലബൈൽ സൾഫർ ഈ അയൺ ആറ്റത്തിനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ലബൈൽ സൾഫേഴ്സ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൂടാതെ അയൺ സിസ്റ്റീനൈൽ സൾഫർ ബോണ്ടുകളും ഉണ്ട്. 4 അയൺ സിസ്റ്റീനൈൽ, 1 2 3 4 4 അയൺ സിസ്റ്റീനൈൽ സൾഫർ ബോണ്ടുകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓൾദോ ഇറ്റ് കണ്ടെയ്ൻസ് 2 അയൺ ആറ്റംസ്, ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് ഏജൻറ്റ്. അപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻ്റ് ആണ് ഈ 2Fe 2 സൾഫൈഡ് പ്രോട്ടീൻസ്. ഇത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ എക്സാമ്പിളാണ് സൈറ്റോക്രോം P40 മീഡിയേറ്റഡ് ഹൈഡ്രോക്സിലേഷൻ ഓഫ് സ്റ്റീറോയിഡ്സ്. അപ്പോൾ സൈറ്റോക്രോം P450 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജൻ്റാണ്. അപ്പോൾ അത് ഹൈഡ്രോക്സിലേഷൻ ഓഫ് സ്റ്റീറോയിഡ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷനിൽ പിന്നെ സൈറ്റോക്രോം P450ക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത് ഈ 2Fe 2 സൾഫർ ഫെറിഡോക്സിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഫെറിഡോക്സിൻ, 2 അയൺ 2 സൾഫർ ഫെറിഡോക്സിൻ. പിന്നെ നമുക്ക് അടുത്ത ഫെറിഡോക്സിൻ നോക്കാം, 4 അയൺ 4 സൾഫർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമുല Fe4S4 S സിസ്റ്റീനൈൽ സൾഫർ 4 ടൈംസ്. ഓക്കെ, അപ്പോൾ എപ്പോഴും CYS മതി. ഞാൻ ഇതിനകത്ത് എഴുതിയപ്പോൾ CYST ആയി പോയിട്ടുണ്ട്, CYS മതി. Fe4S4 S CYS 4 times. Okay, iron and sulfur are arranged in a distorted cubic structure. അപ്പോൾ നോക്കൂ, ഇതൊരു ക്യൂബിക് സ്ട്രക്ചർ ആണ് അല്ലേ. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ ക്യൂബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂബിൻ്റെ കോർണേഴ്സിലെല്ലാം അയണും ഓൾട്ടർനേറ്റ് അയണും സൾഫറുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 അയൺ ആറ്റംസും 4 സൾഫർ ആറ്റംസും കോർണേഴ്സിലുള്ള ഒരു ക്യൂബ്. ഇത് ഇച്ചിരി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കില്ല. ഓക്കെ, ഇനി ഈ എല്ലാ അയണിലോട്ടും സിസ്റ്റീനൈൽ സൾഫർ ലിങ്കേജ് ഉണ്ട്. ഈ സിസ്റ്റീനൈൽ സൾഫർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഫെറിഡോക്സിൻ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. But this also acts as 1 electron transfer agent. 4 അയൺ ഉണ്ടെങ്കിലും 1 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏജന്റ് ആണ് ഫെറിഡോക്സിൻ, 4Fe 4 സൾഫർ ഫെറിഡോക്സിൻ. ഇനി ഫെറിഡോക്സിൻസ് തന്നെ പല തരമുണ്ട്. ലോ റിഡോക്സ് പൊട്ടൻഷ്യൽ ഉള്ള ഫെറിഡോക്സിൻസും ഉണ്ട്, ഹൈ റിഡോക്സ് പൊട്ടൻഷ്യലുള്ള ഫെറിഡോക്സിൻസും ഉണ്ട്. ദ ടെൻഡൻസി ടു ഡൊണേറ്റ് ഓർ അക്സെപ്റ്റ് ഇലക്ട്രോൺ, അതിനെയാണ് റിഡോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഹൈ ടെൻഡൻസി ഉള്ളതിനെയാണ് ഹൈ പൊട്ടൻഷ്യൽ അയൺ പ്രോട്ടീൻസ് എന്ന് പറയും. ഹൈ പിപ്പ്, ഹൈ പൊട്ടൻഷ്യൽ അയൺ പ്രോട്ടീൻസ്. ഹൈ HI, അതാണ് ഹൈ പിപ്പ് പൊട്ടൻഷ്യൽ അയൺ പ്രോട്ടീൻസ്. ഓക്കെ, but ferredoxins with high redox potential are called high potential iron proteins or high PIP. These type of high PIP play an important role in biological nitrogen fixation. Nitrogen fixation processile electron transfer agent ആയിട്ട് 4 iron sulfur ഫെറിഡോക്സിൻസ് ആണ് ആക്ട്
ചെയ്യുന്നത്. ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ അയൺ സൾഫർ പ്രോട്ടീൻസിനെ കുറിച്ച് അറിയേണ്ടത്. ഇതൊരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അയൺ സൾഫർ പ്രോട്ടീൻസ്, ഗീവ് എ ഷോർട്ട് നോട്ട് ഓൺ അയൺ സൾഫർ പ്രോട്ടീൻസ്. അപ്പോൾ അയൺ സൾഫർ പ്രോട്ടീൻസിന് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ 2 ടൈപ്പ് ഓഫ് അയൺ സൾഫർ പ്രോട്ടീൻസ്, ഇത് കൂടാതെ വേറെയും ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ഇത് ഇനിയുള്ള ക്ലസ്റ്റേഴ്സൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് PGക്ക് പോകുമ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഫെറഡോക്സിൻസിന് ചില സ്ഥലത്ത് FD, ഫെറഡോക്സിൻ എന്നുള്ളത് അബ്രിവിയേറ്റ് ചെയ്ത് കാണുന്നത് FD എന്ന് കാണാറുണ്ട്. പിന്നെ റുബ്രഡോക്സിനെ RD എന്നും അബ്രിവിയേറ്റ് ചെയ്ത് കാണാറുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണോ വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയൺ സൾഫർ പ്രോട്ടീൻസിനെ കുറിച്ച് അറിയാനുള്ളത്, നോൺ ഹീം പ്രോട്ടീൻസ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത കാറ്റഗറിയിലോട്ട് പോകാം. അയണിൻ്റെ ബയോകെമിസ്ട്രിയുടെ അടുത്ത കാറ്റഗറി. ഇപ്പം ഇതൊക്കെ എന്തൊക്കെയാണ്? അയൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ഈ നമ്മൾ പഠിച്ചതെല്ലാം. ആദ്യത്തത് ഓക്സിജൻ കാരിയേഴ്സും ഓക്സിജൻ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടും. രണ്ടാമത്തത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ മീഡിയേറ്റേഴ്സും, അത് സൈറ്റോക്രോംസും അയൺ സൾഫർ പ്രോട്ടീൻസും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ.